എന്താണ് ഭരണഘടന? ഒരു രാജ്യം അഥവാ സ്റ്റേറ്റ് ഭരിക്കപ്പെടുന്നതിനാവശ്യമായ മൗലിക തത്വങ്ങളും പ്രധാനപ്പെട്ട കീഴ്വഴക്കങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രമാണമാണ് ഭരണഘടന. അത്തരത്തിലൊരു ഭരണഘടന ഇന്ത്യക്കുമുണ്ട്. 395 അനുച്ഛേദങ്ങളും 25 ഭാഗങ്ങളും 12 പട്ടികകളും അടങ്ങുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ ഒരു ആമുഖവും അതിനുണ്ട്. ഈ ഭരണഘടന 1950 ജനുവരി മാസം 26-ാം തീയതിയാണ് നിലവിൽ വരുന്നത്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ആ ദിവസം റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ പ്രതിപാദിക്കാം. അതിനൊരു ആമുഖവുമുണ്ട്, പ്രിയാമ്പിൾ. ഈ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു നിയമവ്യവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. അങ്ങനെ പറയാൻ കാരണം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 13 ക്ലാസ് 2 അനുസരിച്ചിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെടുന്ന ഏതൊരു നിയമവും ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് പറയുന്ന മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വിധേയമായിക്കൊണ്ടായിരിക്കണം. ഇനി പ്രിയാമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രിയാമ്പിൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ്, സോളംലി എന്ന് പറഞ്ഞാൽ സഗൗരവം എന്നുള്ള അർത്ഥത്തിലാണ്, റിസോൾവ് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്, ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതിൽ സോവറിൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണെന്നുള്ളതാണ്. ശരിക്കും പരമാധികാരം എന്ന വാക്ക് നിർവചിച്ചിട്ടുള്ളത് ഓസ്റ്റിൻ എന്നൊരു മഹാരഥനാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്: ഇഫ് എ ഡിറ്റർമിനേറ്റ് ഹ്യൂമൻ സുപ്പീരിയർ നോട്ട് ഇൻ ദി ഹാബിറ്റ് ഓഫ് ഒബീഡിയൻറ്റ് ടു എ ലൈക്ക് സുപ്പീരിയർ ബട്ട് റിസീവ്സ് ഹാബിച്വൽ ഒബീഡിയൻസ് ഫ്രം ദി ബൾക്ക് ഓഫ് ദി ഗിവൺ സൊസൈറ്റി, ദാറ്റ് ഡിറ്റർമിനേറ്റ് ഹ്യൂമൻ സുപ്പീരിയർ ഈസ് കോൾഡ് സോവറിൻ ഇൻ ദാറ്റ് സൊസൈറ്റി എന്നാണ്. അതായത് വളരെ വ്യക്തമായി നിർവചിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിട്ടുള്ള സുപ്പീരിയർ ആയിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 53 പറയുന്നത് പ്രസിഡൻറ്റ് ഈസ് ദി എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു നാഥനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സോവറൻ രാഷ്ട്രമായിരിക്കണം ഇന്ത്യ. രണ്ടാമത്തെ വാക്ക് സോഷ്യലിസം എന്നുള്ളതാണ്. സോഷ്യലിസം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രമായിരിക്കണമെന്നാണ്. അതായത് നമ്മുടെ വിഭവങ്ങൾ, നമ്മളുണ്ടാക്കുന്ന അരിയും നമ്മളുണ്ടാക്കുന്ന ഗോതമ്പും നമുക്ക് വേണ്ട ധാന്യങ്ങളും എല്ലാം അർഹതയ്ക്കനുസരിച്ച് വിതരണം ചെയ്യപ്പെടണം. അർഹതയ്ക്കനുസരിച്ച് വിതരണം ചെയ്യപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ സൗജന്യമായി കൊടുക്കേണ്ടി വരും. ഇനി ഒരംഗം മാത്രമുള്ള വീട്ടിൽ 2 കിലോ അരി കൊടുക്കുമ്പോൾ 5 അംഗങ്ങളുള്ള വീട്ടിൽ 10 കിലോ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈക്വലല്ല, ഇക്വിറ്റബിളായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടാവണം. അത്തരത്തിലൊരു സമ്പ്രദായം നമുക്കുണ്ട്. നമ്മളെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ്. പൊതുവിതരണ സമ്പ്രദായം നിലനിൽക്കുന്നത് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുകൂടാതെ 39-ാം അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്, നമ്മളെ വിഭവങ്ങളെല്ലാം നീതിയുക്തമാംവിധം ഇക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോഷ്യലിസം, സോഷ്യലിസ്റ്റ്, സെക്കുലാർ എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ രാഷ്ട്രമാണ് നമ്മൾ. എന്താണ് ഈ മതനിരപേക്ഷത എന്ന് പറയുമ്പം, മറ്റു രാജ്യങ്ങളുടെ മതനിരപേക്ഷതയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് ചില മേന്മകളുണ്ട്. ചില രാജ്യങ്ങളിൽ മതനിരപേക്ഷത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മതത്തിനെതിരാണ് രാഷ്ട്രം എന്നാണ്. ചില രാജ്യങ്ങളിൽ അത് നോക്കുമ്പം എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നു എന്നാണ്. ചില രാജ്യങ്ങളിൽ നോക്കുമ്പോൾ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നു എന്നാണ്. പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ എല്ലാ മതങ്ങളെയും തുല്യമായി അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, മതമില്ലാത്തവർക്കും കൂടെ ഇവിടെ അംഗീകാരമുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ സങ്കല്പത്തിലെ മതനിരപേക്ഷത വളരെ ഉന്നതിയുള്ളതാണ്, ഉയർന്നതാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ സെക്കുലാർ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രമാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന, ഫോർ ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ ആൻഡ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരാണ്, സംവിധാനമാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. പിന്നെ റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഇന്ത്യ ഈസ് നോ മോർ അണ്ടർ ദി കൺട്രോൾ ഓഫ് എ ഹെറിഡിറ്ററി മൊണാർക്ക്. ഒരു ഏകാധിപതിയുടെയും പരമ്പരാഗതമായ വാഴ്ചയുടെ കീഴിൽ വരേണ്ടതല്ല ഇന്ത്യ. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെ, തിരഞ്ഞെടുപ്പിലൂടെ
ഭരണാധികാരികളെ കണ്ടെത്തി ഭരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. അത്തരത്തിൽ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി രൂപകൽപ്പന ചെയ്യപ്പെട്ട ലിഖിതമായ വളരെ ഗ്രേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മഹത്തായൊരു ഭരണഘടനയുടെ ഫലം പറ്റി ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഭരണഘടന ഉള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നതിൽ അഭിമാനിക്കാം. അടുത്ത ഭാഗത്ത് നമുക്ക് മൗലികാവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം.